അപ്പോൾ ഞാൻ ഇന്നൊരു 2 സംഭവങ്ങൾ കാണിച്ചു തരാം. നമ്മളെ വണ്ടിക്ക് ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കാണുമോയെന്നറിയില്ല, ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഞാനൊന്ന് വെളിച്ചത്തോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. സുഖേഷ്, നമ്മളെ വണ്ടി ഇന്നലെ ചെറുതായിട്ടൊന്ന് വണ്ടി വീണെന്ന് പറഞ്ഞാൽ ഒരു കട്ടറിൽ ചാടി വീണു. ഇവിടെ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ അതാ ചെറുതായിട്ട് പെയിൻറ്റ് സ്കീമെല്ലാം പോയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ അലോയ് ഒന്ന് ബെൻഡായിട്ടുണ്ട്. പക്ഷെ അത് കാണുന്ന രീതിയിലുള്ള ബെൻഡൊന്നുമില്ല. പക്ഷെ ഞാനത് കാണിച്ചു തരാം. ചെറിയൊരു ബെൻഡുണ്ട്, ഇതിൻ്റെ അകത്തായിപ്പോയി അത്. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഷോറൂമിലോട്ട് പോവുകയാണ്. അപ്പം എങ്ങനെ എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സത്യം പറയുകയാണെങ്കിൽ ഭാഗ്യം കൊണ്ടാണൊന്നും പറ്റാണ്ട് രക്ഷപ്പെട്ട് പോകുന്നത്. പക്ഷെ വണ്ടിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഏതായാലും ഇന്നലെ തന്നെ ഞാൻ ഷോറൂമിൽ വിളിച്ചു. നമ്മളെ ബാംഗ്ലൂരിലെ 2 ഷോറൂമുണ്ട്, 2ലും നമ്മളെ അറിയാവുന്ന മലയാളീസാണ് ഉള്ളത്. അപ്പോൾ അവർ പറയുന്നത് കൊണ്ടുപോകാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഞാൻ പോവുകയാണ്, നമ്മൾ ഷോറൂമിലോട്ട് പോവുകയാണ്. ഇപ്പോൾ എന്നോട് 9 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞാണ്. ഇപ്പോൾ 9 മണിയായി ഓൾറെഡി. അപ്പോൾ ഗൈസ്, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെ ഒരു റൈഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ റൈഡായിരുന്നു, ഒരു മോർണിംഗ് ജസ്റ്റ് ഇന്നലെ ലീവായപ്പം ജസ്റ്റ് വണ്ടി എടുത്ത് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ പോയി വരുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു കുഴി ചാടിയതാണ്. അപ്പോൾ എന്താ സംഭവം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ഭാഗത്തൊക്കെ റോഡ് എന്താ പറയുക, കുണ്ടും കുഴിയെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇപ്പോൾ നല്ല റോഡായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് സ്പീഡ് ഇങ്ങനെ കൊടുത്ത് വരുന്ന ആ ഒരു സമയം, ഐ മീൻ വലിയ സ്പീഡൊന്നുമില്ല, ഒരു 90, 80, 90 സ്പീഡ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഒരു സ്പീഡ് ആയതുകൊണ്ട് വേറൊന്നും പറ്റാണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. പെട്ടെന്നൊരു കുഴി ഞാൻ കണ്ടു. ആ കുഴി നമുക്ക് ദൂരത്തുനിന്ന് നോക്കിയാൽ കാണുന്ന കുഴിയല്ല അത് മാത്രമല്ല, ആ കുഴിയാണെങ്കിൽ ഭയങ്കര ഷാർപ്പ് എഡ്ജും നല്ല ഡീപ്പുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കണ്ടു, ബ്രേക്ക് പിടിച്ചാൽ ഞാനും ആ കുണ്ടിൽ വീണ് എന്തായാലും വൈക്കും, ഞാൻ എല്ലാവരും കൂടെ വീണ് ആ സീന് കുളമായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക് പിടിക്കാണ്ട് ഞാനതങ്ങ് എടുത്ത് ആ വണ്ടി ആ കുഴി അങ്ങ് എടുത്ത് ചാടിച്ച് പോന്നു. പക്ഷെ ചാടിച്ച് പോകുന്നതിന് പിന്നെ വണ്ടി കൺട്രോൾ പോയി. പക്ഷേ ഈ ഒരു വണ്ടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ വോബ്ലിങ് അത്ര വലിയതൊന്നും ഇല്ലാണ്ട് നൈസായിട്ട് അങ്ങ് പോയി. പക്ഷേ എന്താ ചെയ്യുക, റോഡിൻ്റെ സൈഡിൽ പോയിട്ട് അങ്ങ് വീണ്. എനിക്ക് പിടിച്ച് നിർത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നേരത്തെ ആ ഒരു പാനിക് സിറ്റുവേഷൻ്റെ സമയത്തായതുകൊണ്ട് എന്താ പറയുക, വണ്ടി കയ്യിൽ നിന്ന് പോയി വീണ്. അങ്ങനെയാണ് ഇപ്പോൾ പണി കിട്ടിയത്. അപ്പോൾ ആ കുണ്ടി ചാടിയ ഒരു സമയത്ത് അന്നേരം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പാത്തോളിൽ ആ ഒരു കുണ്ടിൽ ചാടി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ചാടിയ സമയത്ത് നമ്മുടെ അലോയിന് ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്നലെ തന്നെ മൊത്തം കവാസാക്കിയുള്ള 2 ഷോറൂമുണ്ട്, 2 നമ്മൾ അറിയാവുന്ന മലയാളീസാണ്. അപ്പോൾ അവരെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എയർ ലീക്കൊന്നും വരുന്നില്ലാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല ബ്രോ, അതും കൊണ്ടങ്ങ് പോയിക്കോ, അതല്ല ഞാൻ ബെൻഡ് നിർത്തണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഞാൻ സ്ക്രാച്ച് ആയതിൻ്റെ ഒന്നും പറഞ്ഞില്ല. പിന്നെ അത് പുതിയൊരു വണ്ടിയും കൂടെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിലൊരു കുത്തലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സ്ക്രാച്ചും ഉണ്ട് ഇങ്ങനെ ചെറുതായിട്ട്, വലിയ സ്ക്രാച്ചൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു വലിയ സ്ക്രാച്ച് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, പെയിൻറ്റ് കറക്ഷൻ നോക്കാം. ഇനി അതല്ല ബ്രോക്ക് അത് മാറ്റിയേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം സംസാരിക്കാൻ വേണ്ടി നമ്മൾ ജയനഗറുള്ള ഷോറൂം പോവുകയാണ്. ഇപ്പം ഇനി എന്താവും എന്നുള്ളത് അറിയില്ല. ഏതായാലും ഒരു വള്ളിക്കെട്ടായി. അപ്പോൾ ഏതായാലും നമുക്ക് ഷോറൂമിൽ എത്തിയിട്ട് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം.
സോ ഗൈസ് നമ്മളങ്ങനെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉണ്ണിച്ചേട്ടനെ കാണണം. ഉണ്ണിച്ചേട്ടനാണെന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്. ഉണ്ണി എണ്ണ ഇതെയാ? ഉണ്ണി സാർ. ഞാനിപ്പോൾ ഇവരായിട്ട് സംസാരിച്ചു. അപ്പം ഇവർ പറഞ്ഞതെന്താ വെച്ചാൽ നമുക്കത് ക്ലെയിം ചെയ്തെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഫ്രണ്ടിൽ നമ്മൾ അലോയ് എന്തായാലും ബെൻഡായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫെയറിങ്ങും. അപ്പോൾ ഇത് സമയം എടുക്കുന്നവരുണ്ട്, നല്ല ക്ഷമ വേണം. ഓൾറെഡി അവർ ആദ്യം തന്നെ അത് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫെയറിങ്ങിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ അലോയും, അപ്പോൾ അത് രണ്ടും മാറ്റാൻ പോകണം. അപ്പോൾ അലോയിന് ഏകദേശം ഒരു 40,000 ആവുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫെയറിങ്ങും ഏതാണ്ട് ആ റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിപ്പോൾ ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അതിലങ്ങ് കവർ ചെയ്ത് പോകും. അപ്പോൾ ഏതായാലും ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്തിട്ട് വണ്ടി ഒന്ന് സർവേക്ക് കൊടുക്കും, ഇൻഷുറൻസ് സർവേക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകും. പിന്നെ നമ്മൾ പാർട്സ് വരാൻ ഏകദേശം മിനിമം ഒരു 30 days എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വന്നിട്ട് പിന്നെ പാർട്സ് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇപ്പോഴത്തുള്ളൊരു വിശേഷം എന്ന് പറയുന്നത്. ഒരാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻഷുറൻസ് പേപ്പർ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ഞാൻ പറ്റുന്ന പരമാവധി ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാൻ നോക്കി. പക്ഷേ അത് എന്തെങ്കിലും പറ്റുന്നില്ല. കാരണം നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു OTP വരുന്നുണ്ട്. പക്ഷേ ആ OTP ആ നമ്പറിലോട്ട് നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് ഏതായാലും ഇന്ന് മൊത്തത്തിൽ പണി പാളിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂമിൽ പോകണം, ഇൻഷുറൻസ് പേപ്പർ എടുക്കണം, അതുകൊണ്ട് ഷോറൂമിൽ കൊടുക്കണം. നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം. ഇൻഷുറൻസ് പേപ്പറില്ലാതെ നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത്രയ്ക്കുള്ള ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്താലും നമുക്ക് പാർട്സ് വരാൻ ഒരുപാട് സമയം എടുക്കുന്നതാണ് പറഞ്ഞത്. ഒരു 30 ദിവസം മിനിമം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് അതും വെച്ച് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 സംഭവങ്ങളാണ് നമ്മളിതിൽ മാറുന്നത്.